ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ധ്യാൻസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് റോസ്റ്റാണ്. അതിലേക്ക് നമുക്കൊരു ഫ്രൈ പാൻ എടുത്ത് വെച്ച് എണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു, കറുകപ്പട്ട, ഏലക്ക. ഫ്രൈ പാൻ ചൂടാവുന്നതിന് മുമ്പ് എണ്ണ ഒഴിച്ചത് കൊണ്ട് അവരവിടെ സാവധാനം കിടന്നുറങ്ങുവാണ് നമ്മുടെ കടുകെല്ലാം. മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ അതിലോട്ട് നമ്മൾ കടുവൊക്കെ പൊട്ടി തുടങ്ങി. അതിലോട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതിട്ടിട്ടുണ്ട്. അത് നമ്മൾ ചെറിയ തീയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അത് മൂത്ത് കഴിയുമ്പോൾ അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും കുറച്ച് കറിവേപ്പിലയും എടുത്തിടുക. ഈ കറിവേപ്പിലയ്ക്ക് നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കൊന്ന് നാടൻ കറിവേപ്പിലയായിരുന്നു. സാധാരണ ഇവിടുത്തെ കറിവേപ്പില മേടിച്ചാൽ പിന്നെ നമ്മുടെ ആ നാട്ടിലെ ആ ഒരു മണം കിട്ടാറില്ല. പക്ഷേ ഇത് നല്ല മണം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ അതുകൂട്ട് എനിക്ക് BP ചില ടൈമിൽ കൂടാറുണ്ട്. അപ്പോൾ ആ കറിവേപ്പില ഇട്ടിട്ട് ഒരു ഹോം റെമഡി ചെയ്ത് കഴിച്ചിട്ടിരിക്കുകയാണ്. നല്ലെന്ന് പറഞ്ഞാൽ നല്ല റിലീഫുണ്ട് എനിക്ക് ആ ഹെഡ് പെയിനിൽ നിന്ന് കേട്ടോ. അപ്പോൾ അത് BP കൂടുന്നുള്ളവർക്കുള്ളൊരു ഹോം റെമഡിയാണ്. ഞാനത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ നമ്മുടെ ഉള്ളി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് ഇളക്കി വഴറ്റിയെടുക്കുവാണ്. എപ്പോഴും ഉള്ളി നല്ല ചുമന്ന കളറിൽ വരണം, എന്നാലേ നമുക്ക് കറിക്ക് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പക്ഷേ ഇപ്പം ഞാൻ അധികം ചുമപ്പിക്കുന്നില്ല. കാരണം ഏട്ടന് എപ്പോഴും ഉള്ളി കറി കഴിക്കുമ്പോൾ ഉള്ളി ഇങ്ങനെ കടിച്ച് കഴിക്കണം. അത് കാരണം ഒറ്റയ്ക്ക് ഏട്ടന് മാത്രം കറി ഉണ്ടാക്കുന്ന ടൈമിൽ ഞാൻ ഉള്ളി അധികം റെഡിഷ് കളറിലാക്കാറില്ല കേട്ടോ. പിന്നെ ഇതിലോട്ട് നമ്മളിപ്പോൾ ചേർത്ത പൊടികൾ മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലിപ്പൊടി, നമ്മുടെ പെരുംജീരകപ്പൊടി, മല്ലിപ്പൊടി, ഇത്രയാണ് ചേർത്തേക്കുന്നത്. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നതരം വരെ നമുക്ക് നല്ലതായിട്ടിട്ട് ഇളക്കി കൊടുക്കാം. ആ പച്ചമണം മാറിയില്ലെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ ഇച്ചിരി നേരം ഇട്ട് ഇളക്കണം. മാറിയില്ലെങ്കിൽ നമ്മൾ കറി കഴിക്കുമ്പോൾ അതിൽ ആ പച്ചക്കുത്തുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നല്ലതായിട്ട് ഇളക്കിയെടുക്കുക. ഒരു 10 മിനിറ്റ് നല്ലതായിട്ട് നമ്മൾ സോൾട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് അതിലോട്ട് ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്ത് ചേർക്കുക. അതും ഇട്ടൊരു 5 മിനിറ്റ് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കുക. എപ്പോഴും തക്കാളി ഇട്ടതിന് ശേഷം ഒന്ന് അടച്ച് വെക്കുന്നത് നല്ലതാണ്. പെട്ടെന്ന് തക്കാളി ആകമൊക്കെ വെന്ത് തൊലിയൊക്കെ റിമൂവ് ആയി കിട്ടും. എന്നിട്ട് അതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും നമ്മൾ കറിക്കകത്തോട്ട് വെള്ളം ചേർക്കുമ്പോൾ, അതായത് നമ്മൾ മസാലകളും കാര്യങ്ങളും ഒക്കെ ഇട്ടതിന് ശേഷം വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. ആ ചൂടുവെള്ളം ചേർത്ത് നമ്മൾ ഇളക്കി വെച്ചതിന് ശേഷം അതിലോട്ട് നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട അതിലോട്ട് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കുക. മുട്ട ഞാൻ ഇടുന്നതിന് മുമ്പ് അത് മുട്ടയുടെ മണ്ടയിൽ കൂടെ എല്ലാം വരഞ്ഞായിരുന്നു കേട്ടോ. എന്നാലും നമ്മുടെ ഈ ഗ്രേവി കാര്യങ്ങളെല്ലാം മുട്ടയ്ക്കുള്ളിൽ കൂടെ ചെല്ലും. നല്ല ഇച്ചിരി ഒന്ന് നമ്മുടെ കുരുവില്ലേ, മഞ്ഞയില്ലേ, അതിൽ ടച്ച് ചെയ്യുന്നതിന് അത്രയും മുറിഞ്ഞങ്ങ് പോരുത്, അത്രയും ഒന്ന് ഒരു വരയിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ മഞ്ഞക്കുരുവിനകത്തോട്ടൊക്കെ എരി കയറി ചെല്ലും. അതിട്ട് നമ്മൾ നല്ലതായിട്ട് കുറച്ച് നേരം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് ഇളക്കിയിട്ട് എല്ലാം ഒന്ന് കൂട്ടി വെച്ച് തല്ലി കൊത്തി വെക്കണം. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മുടെ എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ പിന്നെ ഡിന്നറിന് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. ചപ്പാത്തിയും മുട്ടക്കറിയും ഉണ്ടാക്കി വെക്കും. ഏട്ടന് ഇവിടുത്തെ ഒരു വെളുപ്പിന് ഒരു 3:30 ആകുമ്പോഴാണ് വരുന്നത്. അന്നേരം കഴിക്കാൻ വേണ്ടിയത്തേക്കാണ്. അപ്പോൾ അതവിടെ റെഡിയായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ. താങ്ക് യു.